പഴം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കിറ്റ പഴമാണ്. ഒരെണ്ണം മതി. റോബസ്റ്റയോ മൈസൂർ പഴമോ കദളിപ്പഴമോ നിങ്ങൾക്ക് എടുക്കാം. നമുക്ക് പഴം ഒരു ഫോർക്ക് വെച്ച് നന്നായി മാഷ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയോ ഗോതമ്പ് പൊടിയോ ചേർക്കാം. മൈദ ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്, പക്ഷേ ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഗോതമ്പായിരിക്കും നന്നായിരിക്കുക. ഞാനിവിടെ മൈദയാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇടുക. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി. അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്, ബ്ലാക്ക് ക്യുമിൻ സീഡ്സ്. കരിഞ്ജീരകം വളരെയധികം നല്ലതായതുകൊണ്ട് ഞാൻ ഇതുപോലെ പഴംപൊരിയിലും ഈ സ്നാക്ക് ഉണ്ടാക്കുമ്പോഴെല്ലാം ഞാൻ ചേർക്കാറുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അധികം ലൂസായി പോകരുത്, കട്ടിയുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഈ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ചേർക്കാവുന്നതാണ്. ഇത് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടി ഞാനിവിടെ ചേർക്കുന്നില്ല. ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിങ്ങനെ തന്നെ നേരെ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമില്ല, പക്ഷെ 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ഇനി തിളച്ച എണ്ണയിലേക്ക് ഓരോ സ്പൂണായി ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാണ്. ഞങ്ങൾ അധിക ദിവസവും ഇത് ഉണ്ടാക്കാറുണ്ട്. എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ പാകത്തിന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. പഴം കൊണ്ടുള്ള ഈസി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വൈകുന്നേരം